10 മാസം 40,000-ലധികം മരണം, ലക്ഷത്തിനടുത്ത ആളുകൾക്ക് പരിക്ക്, എണ്ണിയാലൊടുങ്ങാത്ത പലായനം. ഗാസയിലെ ചോരക്കറ ഇനിയും ഉണങ്ങിയിട്ടില്ല. ഇസ്രയേൽ ദിനംപ്രതി നടത്തുന്ന ആക്രമണങ്ങളിൽ പൊലിയുന്നത് കുരുന്നുകളടക്കം നിരവധി ജീവനുകളാണ്. അശാന്തി പടരുന്ന സാഹചര്യത്തിൽ 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഗാസയിൽ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ഗാസയിലെ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തത്. മധ്യ ഗാസ മുനമ്പിലെ 10 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനാണ് നിലവിൽ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ മേധാവി ആന്റോണിയോ ഗുട്ടറസ് പോളിയോ വാക്സിനേഷന് വേണ്ടി സംഘർഷങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഗസയിൽ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തത്. ആയിരക്കണക്കിന് കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷൻ നൽകുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെക്കുന്നതിനിടയിലാണ് പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തത്. 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പോളിയോ ഉയർന്നു വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. അത് ഗസയിൽ മാത്രമല്ല അയൽ രാജ്യങ്ങളിലും ഭീഷണിയായി മാറുന്നു. നിലവിൽ വാക്സിൻ എടുക്കാൻ പ്രായത്തിലുള്ള 6,40,000 കുട്ടികൾ ഗസയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും മലിനജലത്തിലൂടെ പടരുന്ന വൈറസുകളാണ് പോളിയോ വൈറസ്. വൈകല്യത്തിലേക്കും പക്ഷാഘാതത്തിലേക്കും നയിക്കുന്ന പ്രധാനമായും 5 വയസ്സിൽ കുറവായ കുട്ടികളെ ബാധിക്കുന്ന മാരകമായ വൈറസാണിത്. പോളിയോയ്ക്ക് പുറമെ ഹെപ്പറ്റൈറ്റിസ് എ, അതിസാരം, ഡ്രിസെൻട്രി, ആന്ത്രവീക്കം തുടങ്ങി നിരവധി ഗുരുതരമായ പകർച്ചവ്യാധികളും ഗാസയിൽ കൂടുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടിരുന്നു. ശുചിമുറികളില്ലാത്ത, വെള്ളമില്ലാത്ത, ശുചീകരിക്കാത്ത ടെന്റുകളിലാണ് ഗാസൻ ജനത സംഘർഷം ആരംഭിച്ചപ്പോൾ മുതൽ ജീവിക്കുന്നത്. അതിനാൽ തന്നെ രോഗവ്യാപനത്തിനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഹമാസ് രാഷ്ട്രീയ കാര്യത്തലവൻ ഇസ്മായിൽ ഹനിയയുടെയും ഹിസ്ബുള്ള കമാൻഡറുടെയും കൊലപാതകത്തിന് പിന്നാലെ പ്രാദേശിക യുദ്ധങ്ങൾ ആരംഭിക്കുമെന്ന സമ്മർദ്ദത്തിനിടയിലാണ് പോളിയോ രോഗബാധയും ഗാസൻ ജനതയെ തേടിയെത്തിയിരിക്കുന്നത്. ഒക്ടോബർ 7-ന് സംഘർഷം രൂക്ഷമായതിനു ശേഷം നിരവധി വെടിനിർത്തൽ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ പൂർണ്ണമായും വിജയിച്ചിരുന്നില്ല. എന്നാൽ ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കും കടന്നുകയറ്റങ്ങൾക്കും അറുതി വരുന്നില്ല. ഇത്തരത്തിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഗാസയിലെ 23 ലക്ഷം വരുന്ന ജനസംഖ്യയുടെ 1.7% വരുന്ന ജനങ്ങളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒക്ടോബർ മുതലുള്ള ആക്രമണത്തിൽ ഗാസയിലെ 60% വരുന്ന കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റഫയിലെ തെക്കൻ നഗരങ്ങൾക്ക് കൂടുതലായി നാശം സംഭവിച്ചിട്ടുണ്ട്. പോളിയോയുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ആക്രമണത്തിന് അറുതി വരുത്താൻ ലോകരാജ്യങ്ങളും നേതാക്കളും ശ്രമിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ രോഗബാധയാലും മറ്റും ഗസയിലെ ജനജീവിതം ദുസ്സഹമാകും.